തീരശോഷണം മൂലം ഭവനനാശം സംഭവിക്കുന്നവർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെ അറിയിച്ചു. തലസ്ഥാനത്തെ തീരമേഖലയിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് തീരദേശവാസികൾ ആശങ്കയിലായ സാഹചര്യത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ് മുൻപാകെ ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. വലിയ തുറയിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുമൂലം താൽക്കാലികമായി ഗോഡൌണിലേക്ക് താമസം മാറിയ പ്രദേശവാസികളെ മുട്ടത്തറയിൽ പൂർത്തിയായ പുതിയ ഫ്ളാറ്റിലേക്ക് പുനരധിവസിപ്പിച്ചിട്ടുണ്ടെന്നും ഭാഗികമായി തകർന്ന വീടുകളുടെ അറ്റകുറ്റപ്പണിക്കായി തുക വിതരണം ചെയ്തു കഴിഞ്ഞെന്നും നിലവിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാവരെയും പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതായും ഫിഷറീസ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. രൂക്ഷമായ കടൽക്ഷോഭത്തിൽ യാനങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ആവശ്യമായ രേഖകൾ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൈമാറിയതായും ആനുകൂല്യങ്ങൾ എത്രയും വേഗം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഫിഷറീസ് ഡയറക്ടർ അറിയിച്ചു. അതിശക്തമായ കടൽക്ഷോഭം കാരണം തുമ്പ പ്രദേശത്ത് വീടുകൾക്ക് അപകട ഭീഷണി ഉള്ളതിനാൽ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും അടിയന്തരമായി സംരക്ഷണം നൽകുന്നതിലേക്കായി ജിയോ ബാഗ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 7 ലക്ഷം രൂപയുടെയും കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൊയ്പ്പള്ളി വിളാകം വലിയ തോപ്പ് മുതൽ ഫിഷർമെൻ കോളനി വരെ കടൽക്ഷോഭം മൂലം തകർന്ന റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കുന്നതിന് 4 ലക്ഷം രൂപയുടെയും ഭരണാനുമതി വൻകിട ജലസേചന വിഭാഗത്തിന് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ കമ്മീഷനെ അറിയിച്ചു. പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് അധികൃതർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി.